അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ തലമുറയിലെ മക്കളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് ലക്ഷ്യങ്ങളില്ല, കടപ്പാടില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളെ ഇഷ്ടമില്ല, നാട്ടുകാരെ ഇഷ്ടമല്ല. പാതിരാത്രി സഞ്ചാരങ്ങൾ, ചോദ്യം ചെയ്താൽ വീട്ടിൽ ബഹളം, രാത്രി 2 മണിവരെ ഉറങ്ങില്ല, ഉച്ചവരെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു. സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും അവർ ചെയ്യില്ല. വില കുറഞ്ഞ വസ്ത്രങ്ങൾ, ചെരുപ്പ് ഇവ വാങ്ങാൻ പറഞ്ഞാൽ അവർ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. സ്വന്തമായി സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം. നിയമത്തോടും നിയമവ്യവസ്ഥയോടും അവർക്ക് വളരെ പുച്ഛമാണ്. ആചാരങ്ങളോട്, സംവിധാനങ്ങളോട് വളരെ അവഗണന. തിന്നാനുള്ളത് മേശയിൽ കിട്ടണം. കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ ഒരിക്കലും അവർ കഴുകാറില്ല. കടയിൽ പോയി സാധനം വാങ്ങാൻ മടി. ഓൺലൈൻ പർച്ചേസ് മാത്രം. നാട്ടുകാരോടും ബന്ധുക്കളോടും മിണ്ടുന്നത് അവർക്ക് ഇഷ്ടമില്ല. പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വെപ്പിച്ച് യൂറോപ്പിലേക്ക് പോകാനുള്ള പരിപാടികൾ തുടങ്ങും. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തനുസരിച്ചുള്ള ഒരു വാഹനം അവർ ആവശ്യപ്പെടും. സമ്മതമല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹമായി. രക്ഷപ്പെട്ടാൽ മഹാഭാഗ്യം. ചിലപ്പോൾ ഇങ്ങനെ അക്രമത്തിനും കൊലപാതകത്തിനും എത്തും. ചില മക്കൾ ആത്മഹത്യ ചെയ്യുന്നതായി കാണാം. ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രം ബാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ തന്ത അല്ലെങ്കിൽ വൈബ് എന്ന് വിളിച്ച് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാനും മടിക്കില്ല. ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസം ഇല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. എൻ്റെ ലൈഫ്, എൻ്റെ തീരുമാനം എന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടും. സ്വാതന്ത്ര്യം വേണം, അത് മാത്രമാണ് അവരുടെ ചിന്ത. ആർക്ക് പോയി? നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും കഴുതകളെപ്പോലെ പണിയെടുക്കണം. മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിത ലാളന, അവർ തന്നെ അതിന് കാരണക്കാർ. ഇല്ലായ്മ എന്നൊന്ന് ഈ തലമുറയിലെ മക്കൾ അറിഞ്ഞിട്ട് പോലുമില്ല. ശിക്ഷണക്കുറവും ഭക്ഷണ കൂടുതലുമാണ് ഇതിൻ്റെ കാരണം. കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കും. അത് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക പോലും തയ്യാറില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പമെത്തിക്കാൻ നല്ല വിലപിടിപ്പുള്ള മൊബൈൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോയത്, ഇല്ലവല്ലായ്മകൾ അറിയിക്കാതെ പോയത് ഒക്കെ മാതാപിതാക്കളുടെ തെറ്റുകൾ തന്നെയാണ്. അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. മാതാപിതാക്കൾക്ക് മക്കളുള്ള അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു. ഒന്നേ ചെയ്യാനുള്ളൂ: മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ കരുതി വെക്കാതിരിക്കുക. പറയുന്ന ആവശ്യങ്ങൾ എല്ലാം നടത്തി കൊടുക്കാതിരിക്കുക. അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഇല്ലായ്മകൾ അറിയിച്ച് അവരെ വളർത്തുക. അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ ശീലിപ്പിക്കുക. തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക. ശാസനയും ശിക്ഷണവും വേണ്ടതുപോലെ നൽകുക. എൻ്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാവണമെന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുക തന്നെ വേണം. മാറ്റിയെടുക്കേണ്ടത്
ഓരോരുത്തരുമാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.